പാലപ്പിള്ളിക്കാരുടെ കാത്തിരിപ്പ് നീളും. പാലപ്പിള്ളിക്ക് പകരം സോളാർ വേലി നിർമ്മിക്കുന്നത് പരിയാരത്ത്. കാട്ടാനയെ തടയാൻ ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് പദ്ധതി വരുന്നതും കാത്തിരിക്കുകയാണ് പാലപ്പിള്ളി മേഖലയിലുള്ളവർ. വന്യജീവി ആക്രമണം തടയുന്നതിന് വനം വകുപ്പാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തൂക്കുവേലി സ്ഥാപിക്കുന്നത്. നബാർഡിനാണ് നിർമ്മാണ ചുമതല. 2 വർഷം മുൻപ് അനുമതിയായ പദ്ധതി ചാലക്കുടി മേഖലയിൽ ഇപ്പോഴാണ് നിർമ്മാണം ആരംഭിച്ചത്. ഇതിൽ പാലപ്പിള്ളി മേഖല കൂടി ഉൾപ്പെടുത്തുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ചാലക്കുടി, മലയാറ്റൂർ, വാഴച്ചാൽ ഡിവിഷനുകളെ ബന്ധപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയിൽ പാലപ്പിള്ളിക്ക് പകരം പരിയാരത്തെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പാലപ്പിള്ളിയിൽ കൂടി സൗരോർജ്ജവേലി വേണമെന്ന് കെ രാമചന്ദ്രൻ MLA ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചാലക്കുടി, മലയാറ്റൂർ ഡിവിഷനുകളുമായി ചേർന്ന് കിടക്കുന്ന പരിയാരമാണ് ഇത്തവണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെന്നും നബാർഡിന്റെ തുടർന്നുള്ള പദ്ധതിയിൽ പാലപ്പിള്ളിയിലെ RRTക്കായി പുതിയ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തൂങ്ങിക്കിടക്കുന്നതാണ് നബാർഡിന്റെ പദ്ധതി പ്രകാരമുള്ള സൗരോർജ്ജവേലി. ഇരുമ്പ് തൂണുകളുടെ മുകളിലായി ബന്ധിപ്പിച്ച കമ്പിയിൽ നിന്ന് തൂക്കിയിടുന്ന സൗരോർജ്ജവേലി അടുത്തുവരുന്ന മൃഗങ്ങളെ തുരത്തുകയാണ് ചെയ്യുന്നത്. വന്യജീവി ശല്യം രൂക്ഷമായ പാലപ്പിള്ളി, ചിമ്മിനി, തോട്ടം വനമേഖലകളെ അവഗണിക്കുന്ന നിലപാടാണ് ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളുന്നതെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആരോപിച്ചു. നിരന്തരമായി ഞങ്ങളുടെ ആവശ്യം ഈ പ്രദേശത്ത് കിടങ്ങുകൾ സ്ഥാപിക്കുക, താൽക്കാലിക പ്രതിരോധത്തിന് സോളാർ വേലികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. 4 വർഷമായി മലയോര കർഷകർ കൃഷി ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. 13 മനുഷ്യജീവനുകൾ ഈ പാലപ്പിള്ളി, വെള്ളിക്കുളങ്ങര, ചിമ്മിനി റേഞ്ചിൽ കഴിഞ്ഞ ഈ 2000-2023 വരെയുള്ള കാലയളവിൽ മരണപ്പെട്ടുള്ളത്. ഇത്രയൊക്കെ അതിരൂക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രദേശത്തേക്ക് ഒരു ഫണ്ട് പോലും അനുവദിക്കാൻ എന്തുകൊണ്ട് ആരും തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ, മലയോര കർഷകർക്ക് പണിയെടുത്ത് ജീവിക്കാൻ, തോട്ടത്തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായേ പറ്റൂ. കാട്ടാന ആക്രമണത്തിൽ 13 ജീവനുകൾ പൊലിഞ്ഞ പ്രദേശമാണ് പാലപ്പിള്ളി. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനാതിർത്തികളിൽ സോളാർ വേലിയും കിടങ്ങും സ്ഥാപിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനായി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. തോട്ടം തൊഴിലാളികളും ആദിവാസി വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന പാലപ്പിള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ സോളാർ വേലി എത്രയും വേഗം സ്ഥാപിക്കണമെന്നും EA ഓമന ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്.